പടക്കളം മൂവിയുടെ റിവ്യൂ ആണ്. OTTയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. എല്ലാവരും പടം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. തിയേറ്ററിൽ പോയി കാണാത്തതിൽ നല്ലൊരു കുറ്റബോധമുള്ളൊരു പടമാണ്. ഡിസപ്പോയിൻറ്റഡ്. കാണാൻ അടിപൊളി പടം. പോകാൻ വേണ്ടി ഇരുന്നാണ്, പക്ഷെ പറ്റിയില്ല പോകാൻ വേണ്ടി. നല്ലൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ നാച്ചുറൽ അങ്ങനെ ഒരു തീമിലാണല്ലോ പടം വരുന്നത്. സ്പോയിലേഴ്സ് ഉണ്ട്, സോറി. ആ ഒരു തീമിലാണല്ലോ പടം വരുന്നത്. അപ്പോൾ എനിക്ക് ആ മെയിൻ ക്യാരക്ടർ ജിതിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഭയങ്കര ക്യൂട്ട്നെസ്, ഇന്നസെൻ്റ് ആയ ഒരു ക്യാരക്ടറിൽ നിന്നും നല്ല മാസ് ക്യാരക്ടറിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പുള്ളി അത് ഹാൻഡിൽ ചെയ്ത്, പുള്ളിയുടെ ഒരു മൂന്നാമത്തെ പടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ഇത്ര വൃത്തിയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കഴിവാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പം എന്തൊക്കെയാണ് നിനക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടത്തിൽ? എനിക്ക് ഷറഫുദ്ദീൻ്റെ കോമഡി, സുരാജ് ചേട്ടൻ്റെ കോമഡി, പിന്നെ എന്താ ഈ ജിതിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഭയങ്കര മാസ് ആയിട്ടുള്ള ആ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ മാസ് ലുക്ക് ഇന്നസെൻസിനെക്കാട്ടിലും എനിക്ക് മാസ് ആ ഒരു വില്ലനിസാണ് പുള്ളിയുടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പിന്നെ നല്ല നാച്ചുറൽ കോമഡീസ്, അങ്ങനെ ചിലരുടേത് കുറച്ച് ഓവറായി തോന്നിയെങ്കിലും പക്ഷെ ഓവറോൾ അടിപൊളിയാണ്. പിന്നെന്താ ഈ പടത്തിൽ മദ്യപാനമൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതൊന്നും അറിയാത്ത ഒരു പറ്റം ചെറുപ്പക്കാരുടെ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഏത് ചെറിയ കുട്ടിക്ക് വരെ ഓരോ ബ്രാൻഡ്സിൻ്റെ പേരറിയാം, പക്ഷെ അതൊന്നും അറിയാത്ത രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്കതൊക്കെ ഇഷ്ടമായി. അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് എന്തെങ്കിലും തോന്നിയോ? നെഗറ്റീവ് ജിതിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചില സിറ്റുവേഷനിൽ കുറച്ച് ഭയങ്കര ഇമോഷണലായ സിറ്റുവേഷൻസിലെ ഡയലോഗ് ഡെലിവറി, ആ ഫേസ് എക്സ്പ്രഷൻസ്, അത് കുറച്ചൊന്ന് 3-4 പടം ചെയ്ത ഒരാളാണ്, അപ്പം നമ്മളത് കൺസിഡർ ചെയ്യണം. ആ ഒരു സൈഡ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ എനിക്കൊരു ഫീമെയിൽ ആക്ട്രസ് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് തോന്നി. ഇത് അതിൽ ഫോക്കസ്ഡ് അല്ലല്ലോ. പക്ഷെ അവൻ്റെ ആ ഇമോഷനൊക്കെ കൺവേ ചെയ്യാൻ ഒരു ഫീമെയിൽ വേണ്ടേ? ഇനി എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഇതേപോലത്തെ ഒരു മലയാള സിനിമ, അതായത് ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന, സാധാരണ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു നാട്ടുമ്പുറം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരാളെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പടമായിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺസെപ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതേപോലെ കുറേ സിനിമകൾ നമ്മൾ ഹോളിവുഡിൽ കുറേ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഏതാ പറയുക, മലയാളത്തിലൊന്നുണ്ട് ഇതിഹാസ ഒരു പടമാണ് ബോഡി സ്വാധീനം. അതേപോലത്തെ നമ്മളിപ്പം ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 17 Again ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പടം നമ്മൾ റിവേഴ്സിലോട്ട് പോകുന്ന, പിന്നെ അങ്ങനെ കുറേ പടങ്ങളുണ്ട്. പെട്ടെന്ന് പറയുമ്പം നെയിം കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഇംഗ്ലീഷ് പടങ്ങളുണ്ട്. അതേപോലത്തെ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകൾ മലയാളത്തിൽ ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനത്തെ പടങ്ങൾ കൂടുതൽ വരണം, കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തായാലും ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നോർമൽ ടെംപ്ലേറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, ആ ഒരു സംഭവം തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണം ഞാൻ ആ പടത്തിലിട്ട് ഫസ്റ്റ് തന്നെ എൻഗേജ് ആയി. ഇങ്ങനെ ഒരു സംഭവം, അതായത് ഗെയിം കളിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക, സ്പോയിലറാണ്, സ്വാപ്പായി പോവുക, അങ്ങനത്തെ സംഭവമൊക്കെ കണ്ടപ്പോൾ തന്നെ അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആ പടത്തിലേക്ക് എൻഗേജ് ആകാൻ പറ്റി. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ ആക്ടേഴ്സ്, ഇപ്പം സന്ദീപ് ആണേലും ഷറഫുദ്ദീൻ ആണേലും, പിന്നെ ആരാ, അരുൺ, സുരാജ്, പിന്നെ സാഫ് ബോയ്, അങ്ങനെ കുറേ പേരുണ്ട്. യൂട്യൂബിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. പിന്നെ ഇവരെല്ലാം തന്നെ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഷറഫുദ്ദീന് പിന്നെ സന്ദീപിനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ പടത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ഈ റോള്, അതായത് ക്യാരക്ടർ സ്വാപ്പായി കഴിഞ്ഞിട്ട് അവരവരുടെ മാനറിസങ്ങൾ കാണിക്കുന്നത്, അതായത് ഷറഫുദ്ദീന് ഒരു സീനില്ലേ, സുരാജിന്റെ സീന് അതേപോലെ കാണിക്കുന്ന ആ സംഭവമൊക്കെ എക്സാക്ട്ലി സെയിം സുരാജ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ഷറഫുദ്ദീൻ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഈ സന്ദീപ് അവൻ എങ്ങനെയാണോ ഒരു പാവം ചെക്കനല്ലേ, പിന്നെ ഈ സ്വാപ്പായി കഴിയുമ്പം ഷറഫുദ്ദീൻ്റെ മാനറിസങ്ങൾ, അതായത് കുറച്ച് ബോൾഡായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്ന സംഭവം, അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചൊരു ലോ ആയിട്ട് തോന്നിയത് സുരാജിന് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സുരാജ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് സ്വാപ്പായി കഴിഞ്ഞിട്ടും സുരാജ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത് കേട്ടോ പേഴ്സണലായിട്ട്. അതുകൊണ്ടായിരിക്കാം അതിൽ വലിയ വ്യത്യാസം സുരാജ് അല്ല എന്ന് തോന്നിക്കുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയില്ല.
പിന്നെ ഇതിനകത്ത് നമ്മുടെ അരുൺ പ്രദീപ് ഉണ്ടായിരുന്നു. പുള്ളീനെ എന്തോ എനിക്ക് കുറച്ചൊരു നെഗറ്റീവ് അടിച്ചു. കാരണം യൂട്യൂബിൽ പുള്ളീൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരാളാണ് ഞാൻ. അത്രയും ഒരു കണക്റ്റ് ആവാത്ത പോലെ ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് മാത്രമാണ് കേട്ടോ. ഇവക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം എന്താ പറയുക, വേറെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു പടത്തിൽ എനിക്ക് വേണ്ട കുറച്ച് സംഭവങ്ങൾ, അത് വിഷ്വലി അടിപൊളിയാണ്, നമുക്ക് ഹുക്ക് ചെയ്യുന്ന ഒരു കഥ, എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിരുന്ന് എന്തായാലും എൻജോയ് ചെയ്യും ആ പടം. അങ്ങനെ മൊത്തമായിട്ട് എൻജോയ് ചെയ്തൊരു പടമാണിത്. ഇത് ഹോട്ട്സ്റ്റാറിലാണോ പ്രൈമിലാണോ? ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അതോ ഇതേപോലെ തന്നെയാണോ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.